കൗൺസിലർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യുവാവിന് കൗൺസിലറുടെ വക ക്രൂരമർദ്ദനം. കൊല്ലം പരവൂർ തെക്കുംഭാഗം സ്കൂൾ ഗ്രൗണ്ടിന് സമീപം താമസക്കാരനായ 31 വയസ്സുള്ള ഷാൻ സിറാജിനാണ് പരവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ കൗൺസിലറുടെ മർദ്ദനം. ബന്ധുവിനോടൊപ്പം ഗ്രൗണ്ടിന് സമീപം നിന്ന ഷാൻ സിറാജിനെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് ചോദ്യം ചെയ്യുകയും പ്രകോപിതനായി കൗൺസിലർ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരവൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മർദ്ദനത്തിൽ കാലിന് പരിക്കേറ്റ് നെടുങ്ങോലം ഗവൺമെൻറ് രാമറാവു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനത്തിന് ഇരയായ ഷാൻ സിറാജിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എന്താ സംഭവം? ഞാൻ ഫേസ്ബുക്കിനകത്ത് ഈ ഗ്രൗണ്ടിൻ്റെ സംവിധാനം വെച്ചുകൊണ്ടും DCCയുടെയും KPCCയുടെയും പ്രസിഡൻറ്റിൻ്റെ രണ്ടുപേരെ ഫോട്ടോയും കൂടി ഞാൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം അതിനെ ചൊല്ലിയാണ് സംസാരം നടന്നത്. KPCC പ്രസിഡൻറ്റും DCC പ്രസിഡന്റ് നിൽക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടു, ഫേസ്ബുക്കിനകത്ത് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് CPMൻ്റെ ഒരു പ്രവർത്തനമായിട്ട് പ്രവർത്തിച്ചു കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പാർട്ടി സംവിധാനം വിട്ടു, ഞാൻ തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനകത്തുള്ള ഈ ഗ്രൗണ്ടിൻ്റെ ഒരു അഴിമതിയുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 17-ാം വാർഡിൽ നടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഇട്ട എന്തിനാണെന്ന് ചൊല്ലിയാണ് ആദ്യം എന്നെ മർദ്ദിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചാപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചേട്ടത്തിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് നടന്നു വരുന്ന വഴി ഗ്രൗണ്ടിനകത്തോട്ട് കയറിയപ്പോഴാണ് എന്നെ ഇയാൾ മർദ്ദിക്കുന്നത്. വാർഡ് മെമ്പർ ആദ്യം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്, നീ എന്തിനാണ് ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം എന്നെ തള്ളിയെടുത്തും കേട്ടു. ഈ തള്ളിയിടുന്ന സമയത്ത് എൻ്റെ അവിടെ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലിനകത്താണ് വന്ന് വീണിട്ട് കാലിങ്ങനെ ഉണ്ടാവുന്നത്. രണ്ടാമത് വീണ്ടും എൻ്റെ ഈ തലയുടെ ഭാഗത്തായിട്ടും കഴുത്ത് ഈ ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ട് എന്നെ അടിച്ചപ്പോൾ കൊച്ചാപ്പ ചോദിച്ചു, കൊച്ചാപ്പയും തള്ളിയിട്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് നടന്ന സംഭവം. അതിനെ തുടർന്ന് സംഭവം നടന്നു കഴിഞ്ഞാൽ KPCCയുടെ മെമ്പർ ബന്ധപ്പെട്ടു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. പരവൂർ സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. കേസിലോട്ട് തന്നെയാണ് മുമ്പോട്ട്, ഞാൻ കേസിലേക്ക് തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. കേസെടുക്കണം. കാര്യം ഏറ്റവും വലിയൊരു അഴിമതി ഇതിനകത്ത് ഈ പരവൂർ തെക്കുംഭാഗം ഗ്രൗണ്ടിനകത്ത് നടന്നിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ വിഷയം നടന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് ഈ കോൺട്രാക്റ്റിൻ്റെ ഒരു പയ്യൻ, ഒരു പയ്യനുണ്ടല്ലോ ചെയ്യുന്ന, ആ പയ്യനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനൊക്കെയാണ് ഒരു അഴിമതി ഇദ്ദേഹം ചോദിച്ചു എന്ന് പറഞ്ഞു. ആ അഴിമതിയുടെ പേരിലാണ് ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് എന്നെ മർദ്ദിക്കുകയും എന്നെ ഇത്രയും ഉപദ്രവിക്കുകയും ചെയ്തത്. എൻ്റെ കാലിന് പൊട്ടലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ നല്ല ഭാഗമായിട്ട് ഇത്തിരി നീരുമുണ്ട്, ഇത് പ്രശ്നമുണ്ട്. നാളെ പാരിപ്പള്ളി ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ആദ്യം സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം ഞാൻ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ പോകും. അദ്ദേഹത്തെ ഒരു മെമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാണിക്കാമെന്നുള്ള ഒരു തൻ്റെയിടവും ഇതൊന്നും പാടില്ല. നമുക്ക് പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയും രാഷ്ട്രപതിക്കെതിരെയും പോരാട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ നമുക്ക് എല്ലാവർക്കും പോസ്റ്റ് ഇടാം. എല്ലാവരും പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തിനെതിരെ എനിക്ക് കേസെടുത്ത് ആ കേസ് രജിസ്റ്റർ ചെയ്യണം. എനിക്ക് മെയിനായിട്ട് വേണ്ടത് ആ കേസ് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഈ അഴിമതി അത് കണ്ടെത്താനുള്ള സംവിധാനവും ചെയ്യണം. നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയെങ്കിലും അസഹനീയമായ വേദനയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കൊരുങ്ങുകയാണ് ഷാൻ സിറാജിൻ്റെ കുടുംബം. ഷാൻ സിറാജിനെ മർദ്ദിച്ചത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധി തന്നെ ഗുണ്ടാപ്പണി ചെയ്തത് ഭരണത്തിൻ്റെ അഹങ്കാരമാണെന്നും KPCC അംഗം നെടുങ്ങോലം രഘു പറഞ്ഞു. സിറാജ് എന്ന് പറഞ്ഞ പയ്യൻ ഒരു LDFന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച ഒരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ കൗൺസിലറാണ് ഈ സനൽ എന്ന് പറയുന്ന കൗൺസിലർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ വാർഡിൽ കാര്യമായി നടക്കുന്നില്ലെന്നും പ്രത്യേകിച്ച് ഒരുപറ്റം ആൾക്കാർ ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അവിടുത്തെ ചെറുപ്പക്കാരുടെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാൻ
സോഷ്യൽ മീഡിയയിൽ എന്തോ കൗൺസിലർക്കെതിരെ വിട്ടു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തിനെ മൃഗീയമായി ഈ കൗൺസിൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ ഒരു വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ കൗൺസിലർ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഗൂണ്ടാപ്പണി ചെയ്യുന്നത് അംഗീകരിക്കുന്നത് ശരിയല്ല. ജനാധിപത്യത്തിന് ഒരു പ്രതിഷേധം കാണിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ള തടസ്സം ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. ഭരണത്തിൻ്റെ അഹങ്കാരമാണെന്ന് വിചാരിക്കുന്നു. കാര്യം പോലീസൊന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല എന്നുള്ളതുകൊണ്ടാണ്. വളരെ പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. ഞാനും കൂടി അടികൊണ്ട ഈ പയ്യൻ ഞാനും കൂടിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തതും ഡോക്ടറെ കാണിച്ചതും. അപ്പോൾ നെടുങ്കണ്ടം ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ ചികിത്സ കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ OP ഇല്ലാത്തതുകൊണ്ട് നാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്.